ദേവു ഓഫീസിലെത്തി അവളുടെ ജോലികൾ തുടങ്ങുമ്പോഴാണ് ഫോണിൽ ആരുടെയോ കോൾ വന്നത്. അവൾ ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായതുകൊണ്ട് ഒന്ന് സംശയിച്ചു. പിന്നെ കോൾ എടുത്തു. ഹലോ മോളെ, സുഖമാണോ? നിതിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖം ചുവന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദേവു കുറച്ച് കടുപ്പിച്ചു തന്നെ ചോദിച്ചു. എൻ്റെ മോൾക്ക് അറിയില്ലേ എനിക്ക് എന്താ വേണ്ടതെന്ന്? എനിക്ക് നിന്നെയാണ് വേണ്ടത് ദേവു. ഒറ്റ ദിവസം ഒരുപാട് മോഹിച്ചു പോയതാ നിന്നെ, നിതിൻ പറഞ്ഞു. നിർത്തടാ. ഇനി ഒരക്ഷരം താൻ മിണ്ടിയ അന്ന് എൻ്റെ മുന്നിലിട്ട് എൻ്റെ ഇച്ഛായം നിനക്ക് തന്നതിൻ്റെ ബാക്കി കൂടെ ചേർത്ത് തരും നിനക്ക്. അമ്മായിക്ക് ഞാൻ അന്ന് തികച്ചു കൊടുത്തിരുന്നു. അത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, ദേവു ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. തിളയ്ക്കാതടി, നിന്റെ അഹങ്കാരമൊക്കെ ഉടനെ തീരും, കാത്തിരുന്നോ നീ. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി. ദേവുവിന് ആകെ വിറഞ്ഞു കയറി. അവൾ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. എന്തായി ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ വിളിച്ചേ? അവളുടെ ഇരിപ്പ് കണ്ട് റിയ ചോദിച്ചു. ആ, അത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. കൂടുതലൊന്നും പറയാതെ ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. റിയ സംശയത്തിൽ ഒന്ന് അവളെ നോക്കി. പിന്നെ അലക്സിനൊരു മെസ്സേജ് അയച്ചു. ദേവു പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നതും അല്ലു അവളെ നോക്കി കൈ കെട്ടി നിൽപ്പുണ്ട്. ദേവു ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് പോയി. എന്താടോ, താനെന്തോ മൂഡ് ഓഫ് ആണെന്ന് റിയ പറഞ്ഞു. അല്ലു അവളുടെ കവളിൽ തൊട്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ, ഞാൻ പോട്ടെ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അവൾ കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് കയറിപ്പോയി. അവളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അവൻ ക്രിസ്റ്റിയെ വിളിച്ചു പുറത്തേക്ക് പോയി. ദേവു എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയുമെന്ന് അവനറിയാമായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ നിയ ഫുഡ് കഴിച്ച് വന്നതും റയാൻ പോകാൻ റെഡിയായി. പിന്നെ രണ്ടുപേരും കൂടെ ഇറങ്ങി. യാത്രയിൽ ഉടനീളം റയാൻ ആദ്യം കുറേ സമയം വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിയ താല്പര്യമില്ലാത്ത പോലെ ഇരുന്നു. ഹോട്ടൽ പാലസിലെത്തിയപ്പോൾ തന്നെ നിയ ഒരു പരുവമായിരുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കയറി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ വൈകിയിരുന്നു. മീറ്റിംഗ് കൂടാൻ വന്നവർ വേണ്ടതും വേണ്ടാത്തതും അങ്ങനെ ഓരോന്ന് പറഞ്ഞു സമയം നീട്ടിക്കൊണ്ടുപോയിരുന്നു. നിയയ്ക്കാണെങ്കിൽ ചെറിയ ടെൻഷൻ തുടങ്ങി. ഇത്രയും ലേറ്റാകുമെന്ന് അവൾ കരുതിയില്ല. അതിനിടയിൽ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ട് 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതാണ് ലേറ്റായി പോയത്. നിയയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവൾ ഒന്നും മിണ്ടില്ല. അതിനിടയിൽ അവളൊരു 1000 പ്രാവശ്യം ക്രിസ്റ്റിയെ വിളിച്ചു. പക്ഷേ ഫോൺ എടുത്തില്ല. അയച്ച മെസ്സേജ് ഒന്ന് നോക്കിയതുമില്ല. നിയ, പെട്ടെന്ന് റയാൻ്റെ വിളി കേട്ട് നിയ തിരിഞ്ഞു നോക്കി. എന്താ സാർ? നിയ ഓരോന്നാലോചിച്ചു കൂട്ടി കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴായിരുന്നു റയാൻ അങ്ങോട്ട് വിളിച്ചത്. നിയ, ചെറിയൊരു പ്രശ്നമുണ്ട്. റയാൻ പറഞ്ഞത് കേട്ട് നിയ അവനെ സംശയത്തോടെ നോക്കി. എന്താ സാർ? നിയ സംശയത്തോടെ ചോദിച്ചു. നിയ, ഇവിടെ അടുത്ത ഒരു പാർട്ടി നേതാവിനെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തി. അതിൻ്റെ പേരിൽ അടിയും വഴക്കും. പോരാത്തതിന് അവർ ദാ മിന്നൽ ഹർത്താൽ ആക്കിയേക്കുവാ. റയാൻ പറഞ്ഞു നിർത്തുമ്പോൾ നിയ ഞെട്ടലോടെ അവനെ നോക്കി. സാർ എന്തൊക്കെയായി പറയുന്നത്? നിയയുടെ ശബ്ദത്തിലുണ്ടായിരുന്നു അവളുടെ ടെൻഷൻ. നിയ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് സ്വപ്നം കണ്ട് ഒന്നുമല്ലല്ലോ ഇറങ്ങി തിരിച്ചത്, അവൻ കുറച്ചു ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഇനി എന്താ സാർ ഒരു വഴി തിരിച്ചു പോകാൻ? അവൾ കുറച്ചു സമയം ആലോചിച്ച് നിന്നിട്ട് ചോദിച്ചു. ഇന്നിവിടെ തങ്ങണം. ഞാൻ അതിൻ്റെ കാര്യം തിരക്കി. പക്ഷേ ഇവിടെ ഒരു റൂമേ ഉള്ളൂ. അതും എൻ്റെ ഫ്രണ്ടാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. അതുകൊണ്ട് അവൻ്റെ റൂമാണ് തരാമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ മുറികളെല്ലാം ഫുള്ളാണ്. നിയ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അവളുടെ നിൽപ്പ് കണ്ട് റയാൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല നിയ. അല്ലെങ്കിൽ പിന്നെ ജീവൻ പണയം വെച്ച് ഒരു യാത്ര. എനിക്ക് പ്രശ്നമില്ല. പോകുന്ന വഴി പോലീസ് എങ്ങാനും പിടിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാമല്ലോ. നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വരാൻ വൈകി എന്നൊന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഞാനൊരാണാ. നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതാ. അപ്പോൾ പിന്നെ നിയയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ അവൻ്റെ കൂടെ തിരിച്ചു ഹോട്ടലിലേക്ക് പോയി. നിയ പോകും മുന്നേ റെക്കോർഡ് ഓണാക്കി വെച്ചിരുന്നു. അത് റയാൻ പറഞ്ഞ ഓരോ കാര്യവും ഉണ്ടായിരുന്നു. അവളത് ക്രിസ്റ്റിക്ക് സെൻഡ് ചെയ്തു. അവൻ്റെ കൂടെ പോയി. ഏതൻ തൻ്റെ മുന്നിലിരിക്കുന്ന ഗ്ലാസ്സിലെ അവസാന തുള്ളി മദ്യവും വായിലേക്ക് കമഴ്ത്തി. ഇനി അവളെ അവിടെ നിന്നാലും രക്ഷിക്കില്ല. ആ അലക്സ് ഡേവിഡ് പാലക്കൽ. അവൻ്റെ പതനം അവളിലൂടെ, അവൻ്റെ പുന്നാര പെങ്ങളിലൂടെ തുടങ്ങാൻ പോവുക, ഏതൻ പറഞ്ഞു. എനിക്ക് അവനെ വേണം, എൻ്റെ കാൽ ചുവട്ടിൽ. അവൾ അതും പറഞ്ഞ് ബോട്ടിലിൽ നിന്ന് മദ്യം പകർന്നു ഗ്ലാസ്സിലേക്ക്. ഈ രാത്രി പുലരുമ്പോൾ നമുക്ക് 2 പേർക്കും വേണ്ടത് കിട്ടും. റയാൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവളെ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞത്, ഏതൻ പറഞ്ഞു. അവളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് വന്നിരുന്നു. ഏതൻ ഒരു വഷളൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ചുണ്ടുകൾ കവർന്നു. ശേഷം അവളെ എടുത്ത് ബെഡിലേക്കിട്ടു. അവൻ അവൾക്ക് മേലെ അമർന്നു. റിസപ്ഷനിൽ പോയി റയാൻ എന്തൊക്കെയോ സംസാരിച്ചു കഴിഞ്ഞ് ചിരിയോടെ റൂമിൻ്റെ കീ വാങ്ങി വന്നു. അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു. ഒരു വലിയ ബെഡ്റൂമായിരുന്നു അത്. നിയ ചെന്നപാടെ ബെഡ്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നതും അവൻ ഫുഡ് വിളമ്പാൻ തുടങ്ങി. സോറിയിടോ, ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് കരുതിയില്ല. താൻ ഫുഡ് കഴിച്ച് ബെഡിൽ കിടന്നോ, ഞാൻ ഈ സെറ്റിൽ കിടക്കാം, റയാൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. സാർ കഴിക്കുന്നില്ലേ? നിയ ചോദിച്ചു. ഞാൻ ഫ്രഷായി വന്ന് കഴിക്കാം, താൻ കഴിച്ചോ. അത് പറഞ്ഞ് എണീറ്റ് ബാത്റൂമിലേക്ക് പോയി.
നീയ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതും കോളിംഗ് ബെൽ കേട്ടു. റയാന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഷർട്ട് പകുതി തുറന്നിട്ട നിലയിൽ തലയൊക്കെ ചെറുതായി ചിക്കിയിട്ട് റയാൻ ഇറങ്ങി വന്നു. വാതിൽ തുറക്കാൻ പോയി. പെട്ടെന്നുള്ള അവന്റെ കോലവും അവന്റെ പ്രവൃത്തിയും കണ്ട് നിയ ഞെട്ടിപ്പോയി. താൻ കഴിക്ക്, ഞാൻ നോക്കാം. റയാൻ അതും പറഞ്ഞു പോയി. ചെറു ചിരിയോടെ അവൻ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ടു നിയ ഞെട്ടി. ഇച്ചായൻ. റയാന്റെ മുഖം ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെയായി. ക്രിസ്റ്റിയും അവിടുത്തെ സ്റ്റാഫൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് താങ്ക്സ് പറഞ്ഞു യാത്രയാക്കി. എന്നിട്ട് റയാനെ നോക്കി ചിരിച്ചു. നീ എന്താടാ യുദ്ധത്തിന് പോകുന്ന പോലെ നിൽക്കുന്നേ? ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു. റയാൻ ദേഷ്യം ഉള്ളിലൊതുക്കി ചിരിച്ചു. ഞാനിന്ന് ഫ്രഷാക്കാൻ കയറിയതായിരുന്നു. അപ്പോഴാ ബെൽ കേട്ടത്. നീയൊക്കെ ഇവിടെ ആരെയും പരിചയമില്ലല്ലോ, അതാ ഞാൻ പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നത്. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ച് റയാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോൾ താഴെയൊക്കെ പോലീസ് റെയ്ഡായിരുന്നു. ക്രിസ്റ്റി റയാനെ നോക്കി പറഞ്ഞു. ഇനി അവർ ഇങ്ങോട്ടെങ്ങാനും? റയാൻ ചെറിയ ആലോചനയോടെ പറഞ്ഞു. വന്നാലെന്താ? ഇവളുടെ കെട്ടിയവനാണ് ഞാൻ എന്ന് പറയും. നീ എൻ്റെ ഫ്രണ്ടല്ലേ? ക്രിസ്റ്റി കൂളായി പറഞ്ഞു. റയാൻ ഒന്ന് ചിരിച്ചു. എൻ്റെ കൊച്ചേ, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ നിന്റെ ബാഗ് എടുക്ക്. വാ, നമുക്ക് പോകാം. ക്രിസ്റ്റി അകത്തേക്ക് കയറി നീയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. റയാൻ സംശയത്തിൽ നോക്കി. പുറത്ത് പ്രശ്നമല്ലേ, പിന്നെ എങ്ങനെ തിരിച്ചു പോകും? റയാൻ ചോദിച്ചു. തിരിച്ചു പോകാനല്ല, ഞാനിവിടെ നേരത്തെ വിളിച്ചു പറഞ്ഞ് ഒരു റൂം ബുക്ക് ചെയ്തു. അഥവാ നിങ്ങൾ വരാൻ വൈകിയാൽ ഇവിടെ റൂമില്ലെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് കരുതി. എന്തായാലും നിനക്ക് റൂമായല്ലോ. ഇനി അവിടെ ഞാനും ഇവളും കിടക്കാം. നാളെ രാവിലെ ഒരുമിച്ച് പോകാം. ഞാൻ ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് വന്നത്. ക്രിസ്റ്റി ഒരു ചിരിയോടെ പറഞ്ഞു. നീയെ കൂട്ടി യാത്ര പറഞ്ഞിറങ്ങി. അവ പുറത്തേക്ക് ഇറങ്ങിയും റയാൻ ഭ്രാന്തിറങ്ങിയ പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഇല്ല, അവൾ എൻ്റെയാണ്. അവൾ എൻ്റെ അടുത്ത് തന്നെ വരും. റയാൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെ കണ്ണൊക്കെ ചുവന്നു വീർത്തു. റൂമിലെത്തിയപ്പോൾ മുതൽ നിയ ബാഗ് എടുത്തെറിഞ്ഞ് ദേഷ്യത്തിൽ ബെഡിൽ കയറിയിരിക്കുകയാണ്. ക്രിസ്റ്റിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കള്ളച്ചിരിയും. ഡീ, ക്രിസ്റ്റി ഉറക്കെ വിളിച്ചു. എന്താടോ? നിയ അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. ഡോ എന്നോ? ഇച്ചായ എന്ന് വിളിക്കടി. അവൻ കള്ള ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. തൽക്കാലം സൗകര്യമില്ല. താൻ കൊണ്ട് കേസ് കൊടുക്ക്. നീ അവനെ പുച്ഛിച്ചുകൊണ്ട് എണീറ്റ് മാറി. സത്യത്തിൽ എന്താ എൻ്റെ കൊച്ചിൻ്റെ പ്രശ്നം? പറയ്, ഇച്ചായൻ കേൾക്കട്ടെ. അവളുടെ തോളിലൂടെ കൈ ചുറ്റിക്കൊണ്ട് ചോദിച്ചു. അവൾ ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി. ദേ ഉണ്ടകണ്ണി, കൂടുതൽ കണ്ണുരുട്ടിയാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? എത്ര മെസ്സേജ് അയച്ചതാ, ഒന്നിനും ഒരു മറുപടിയില്ല. ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചോന്ന് അറിയോ? നീയ പറഞ്ഞു. എന്നിട്ടാണോടി കോപ്പെ അവൻ തന്ന ഫുഡും വാങ്ങി മുണുങ്ങി അവിടെ കിടക്കാൻ തീരുമാനിച്ചത്? അവൻ കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. അവൾ വിഷമത്തോടെ മുഖം കുനിച്ചു. എനിക്ക് വിശന്നു, പോരാത്തതിന് യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അതാ. പിന്നെ റയാൻ ഇച്ചായൻ്റെ ഫ്രണ്ടല്ലേ, അതാ ഞാൻ. അവൾക്ക് സങ്കടം വരാൻ തുടങ്ങി അപ്പോഴേക്കും. ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ ചുമ്മാ ചോദിച്ചതാടി. എനിക്ക് നിന്നെ അറിയില്ലേ? നീ കണ്ണു നിറയ്ക്കണ്ട. എനിക്ക് എൻ്റെ തൻ്റെടിയായ നീയാണ് വേണ്ടത്. ഇതൊരുമാതിരി സീരിയൽ നായികമാരെ പോലെ, ക്രിസ്റ്റി പറഞ്ഞു. എനിക്ക് വിശക്കു അയച്ചായ. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. പാവം, ശരിക്കും വിശന്നിട്ടാണ് എന്ന് അവന് മനസ്സിലായി. ദേ, ഞാൻ കൊണ്ടുവന്ന ബാഗിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട്. എല്ലാം പാകമാണോന്ന് അറിയില്ല. പോയി ഫ്രഷ് ആകും. അപ്പോഴേക്കും ഞാൻ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്യാം. അവൻ അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒരു പുഞ്ചിരിയുടെ തലയാട്ടിക്കൊണ്ട് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാൻ കയറി. അവൾ തിരിച്ചു വരുമ്പോൾ അവൻ ബെഡിൽ കിടക്കുമായിരുന്നു. ഇച്ചായ, അവളുടെ വിളി കേട്ട് അവൻ മുഖമുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ മുഖത്ത് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ രക്തം ഇരച്ചു കയറി. അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ചുറ്റും നടക്കാൻ തുടങ്ങി. അവളൊരു ചെറിയ വിറയലോടെ അവനെ നോക്കി. ആഹാ, കൊള്ളാലോ. പാലക്കൽ തറവാട്ടിലെ വീരശൂര പരാക്രമിയായ അലക്സ് ഡേവിഡ് പാലക്കലിൻ്റെ പുന്നാര പെങ്ങൾ ഇങ്ങനെ നാണം കൊണ്ട് ചുവന്നു തുടുത്തു ചെറു വിറയലോടെ നിൽക്കുന്നത് ഈ ജന്മത്ത് കാണാൻ പറ്റുന്നു കരുതിയല്ല എൻ്റെ കർത്താവേ. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ പിടിച്ച് പിറകിലേക്ക് തള്ളി. എന്നിട്ട് തല തുടച്ച് ഫുഡെടുത്ത് കഴിക്കാൻ തുടങ്ങി. ക്രിസ്റ്റി അറിയാതെ വാ തുറന്നു അവളെ നോക്കിപ്പോയി. ഡി, ഞാനൊരുത്തൻ ഇവിടെ വെറും വയറുമാ നിൽക്കുന്നത് നീ കണ്ടില്ലേ? പോരാത്തതിന് നിന്റെ ഭാവി കെട്ടിയോനല്ലേടി? ക്രിസ്റ്റി ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് മൈൻഡ് ചെയ്യാതെ വന്നിരുന്ന് കഴിച്ചത്. അവൾ അതും പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചെണീറ്റു. ക്രിസ്റ്റി പിന്നെ രക്ഷയില്ലെന്ന് തോന്നി സ്വന്തമായി ഫുഡെടുത്ത് കഴിച്ചു. നീയെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ക്രിസ്റ്റി കഴിച്ചു ഫ്രഷായി വന്ന് അവളുടെ അടുത്തിരുന്നു. പക്ഷേ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കിയിരുന്നു. എൻ്റെ നീയെ കൊച്ചെ, ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ, നിന്റെ ഇച്ഛാനല്ലേടി? അവൾ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. ആ, ഈ നീയക്കൊച്ചിനെയാണ് എനിക്ക് ഇഷ്ടം. ദേഷ്യം കൊണ്ട് ചുവക്കുന്ന ഈ മൂക്കും കണ്ണുമൊക്കെയാണ് എനിക്കിഷ്ടം. അവൾ എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. നീ ഇങ്ങനെ മിണ്ടാതിരുന്നോ? പെട്ടെന്നെങ്ങാനും ഞാൻ തട്ടിപ്പോയാൽ പിന്നെ നീ ഒന്ന് കൊതിക്കും എന്നോടൊന്ന് സംസാരിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കാൻ. നീ ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷേ അവൻ അത് മൈൻഡാക്കാതെ തുടർന്നു. ആ, നമ്മളൊക്കെ ചത്ത നമ്മളെക്കുറിച്ച് ഒക്കെ ആര് ചിന്തിക്കാനാണ്? പോയത് പോട്ടെ എന്ന് കരുതി നീ വേറെ കെട്ടി പോവുമല്ലേടി? അത്രയും തമാശ പോലെ പറഞ്ഞ് ക്രിസ്റ്റി നീയെ നോക്കി. അവൾ കരയുകയാണെന്ന് കണ്ടപ്പോൾ ക്രിസ്റ്റി ഞെട്ടി. ഡോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. ഇങ്ങനെ കരയാനായിട്ട്?
അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ പോയി കിടന്നു. ക്രിസ്റ്റി സ്വന്തം തലയിൽ കുട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി. അവൻ കുറേ പറഞ്ഞുവെങ്കിലും നിയ കരച്ചിൽ നിർത്തിയില്ല. എന്നിട്ടും കരച്ചിൽ നിർത്താത്തത് കണ്ടു അവനെ അഭിമുഖമായി കിടത്തി. മുഖമൊക്കെ ചുവന്നു തുടുത്തു. വല്ലാത്ത ഭംഗിയായി അവളെ കാണാൻ. ആ നിമിഷം പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ ആശിച്ചതുപോലെ തിരിച്ച് അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു. അവൻ്റെ ശരീരത്തിലൂടെ ഷോക്ക് അടിച്ചതുപോലെ ഒരു വിറയൽ കടന്നുപോയി. അവൻ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. ഡോ, ഞാൻ ചുമ്മാതെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതിന് താൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നേ? ക്രിസ്റ്റി അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ഇച്ചായനില്ലാതെ എനിക്ക് പറ്റില്ല. തമാശയ്ക്കാണെങ്കിലും ഞാൻ ഇച്ചായനെ മറന്ന് മറ്റൊരാളെ കെട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി തന്നെ പറഞ്ഞു. ക്രിസ്റ്റിക്ക് അങ്ങനെ പറയാൻ തോന്നിയ സമയമോർത്ത് ദേഷ്യം വന്നു. കുറച്ചു കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയതും അവൻ അവളെ അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവളത് കണ്ണുകളടച്ച് സ്വീകരിച്ചു. അവൻ്റെ കണ്ണുകൾ പാതി ഉടർന്ന് അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു. അവയെ നുണഞ്ഞെടുക്കാൻ തോന്നി അവന് ആ നിമിഷം. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലാണെന്ന് കണ്ട് അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുക്കാനായി മുഖം താഴ്ത്തിയപ്പോൾ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൃദുലമായ ചുണ്ടിനെ പതിയെ നുകർന്നു തുടങ്ങി. അവളുടെ ചുണ്ടിലെ തണുപ്പും അവൻ്റെ ചുണ്ടിലെ ചൂടും ചേർന്ന വല്ലാത്തൊരനുഭൂതി. ഒരു ദീർഘചുംബനത്തിന് ശേഷം ക്രിസ്റ്റി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൻ എണീറ്റു. അവളും അവൻ്റെ ഒപ്പം എണീറ്റിരുന്നു. രണ്ടുപേരും കിതയ്ക്കുന്നുണ്ട്. ഒപ്പം പരസ്പരം നോക്കാൻ എന്തോ ചമ്മൽ പോലെ. നിയ, അവൻ്റെ വിളി കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. ഞാൻ തെറ്റ് ചെയ്തു അല്ലേ? ക്രിസ്റ്റി ചോദിച്ചു. അവൾ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. ഞാൻ എന്നെ ഇച്ചായൻ്റെ ആയതാ. എൻ്റെ സ്വന്തമല്ലേ ഇച്ചായൻ? അപ്പോൾ പിന്നെ എങ്ങനെ തെറ്റാകുന്നേ? അവൾ ചെറു ചിരിയോടെ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ തന്നെ വീണ്ടും എത്തി. പെട്ടെന്ന് അവൻ്റെ കൈ അവളുടെ ചുണ്ടിൽ പതിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞു. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ ഇപ്പോൾ? അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് വിറച്ചു. അവൻ്റെ കീഴ്ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിയായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. അവൻ്റെ കണ്ണുകൾ വിടർന്നു. തൻ്റെ പാതിയെ ആദ്യമായി അറിയാൻ പോകുന്നതിൻ്റെ ആകാംക്ഷയും അവളിലെ പ്രണയവും പൂർണ്ണ വിശ്വാസത്തിലും സമ്മതത്തിലും തനിക്ക് സമ്മാനിച്ചതിൽ ഉള്ള സന്തോഷം എല്ലാം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനം കൊണ്ട് മൂടി. അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം ചേരുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സ് ഓരോന്നായി അഴിച്ചു മാറ്റി. അവൾ നാണത്തോടെ ബെഡിൽ കണ്ണുകൾ മുറുകെ അടച്ചു കിടന്നു. പൂർണ്ണ നഗ്നയായ തനിക്ക് മുന്നിൽ കിടക്കുന്നവളെ അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ കണ്ണുകൾ അവളുടെ കൈകളാൽ മറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അതിനെ തടഞ്ഞുകൊണ്ട് അവളുടെ കൈ രണ്ട് സൈഡിലേക്കായി വിടർത്തി അവൻ്റെ കൈകൾ കൊണ്ട് കോർത്തു പിടിച്ചു അവളിലേക്ക് അമർന്നു. ഏറെ നേരത്തിന് ശേഷം അവൻ അവളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവൾ അവൻ്റെ പ്രണയാഗ്നിയിൽ വെന്തുരുകുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ ക്രിസ്റ്റിയാണ് ആദ്യം ഉണർന്നത്. അവൻ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കിടക്കുന്ന തൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കി. അവന് തലേ ദിവസത്തെ കാര്യം ഓർക്കുമ്പോൾ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ അവളെ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചു. അവളുടെ നഗ്നമായ ശരീരം അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്നപ്പോൾ അവൻ്റെ ഉള്ളിലെ പുരുഷൻ വീണ്ടും ഉണരുന്നത് അവനറിഞ്ഞു. ആ നിമിഷം തന്നെ അവൾ അവനെ കണ്ണു തുറന്ന് ഒന്ന് നോക്കി. പിന്നെ അവൻ്റെ നെഞ്ചിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് എണീറ്റിരുന്നു. അപ്പോഴാണ് അവൻ്റെ നെഞ്ചിൽ ഇന്നലെ താൻ സമ്മാനിച്ച നഖത്തിൻ്റെയും പല്ലിൻ്റെയും പാടുകൾ കണ്ടത്. അവൾ അവനെ നോക്കി. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അവൾ അവന് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് എണീറ്റ് ഫ്രഷാകാൻ പോയി. ഫുഡ് ഓർഡർ ചെയ്തു. അത് കഴിക്കുമ്പോഴേക്കും ക്രിസ്റ്റിയും നിയയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പരസ്പരം കണ്ണുകൾ കൊണ്ട് ഇടയുമ്പോൾ പിടച്ചിലൂടെ രണ്ടുപേരും നോട്ടം മാറ്റും. റയാൻ വിളിച്ചപ്പോൾ രണ്ടുപേരും ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് നിയ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താടോ? ക്രിസ്റ്റി സംശയത്തോടെ നോക്കി. എന്തോ തെറ്റ് ചെയ്തുവെന്ന് കുറ്റബോധം തോന്നുന്നുണ്ടോ? അവൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചു. കുറ്റബോധമുണ്ടായാൽ ഇന്നലെ പ്രണയം കൊണ്ട് നീ സമ്മാനിച്ച നല്ല നിമിഷങ്ങൾ ഞാൻ കളങ്കപ്പെടുത്തിയത് പോലെയാകും നിയ. അവൾ ചിരിയോടെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ സ്വന്തവാ. കൂടുതലൊന്നും പറയാതെ ഒരു ചെറു ചിരിയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. പുറകെ ക്രിസ്റ്റിയും. അവൻ്റെ ഉള്ളിൽ അലക്സ് തന്നോട് കാണിച്ച വിശ്വാസം താൻ തെറ്റിച്ചതിലുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ നിയയുടെ ഒരു വാക്കിൽ അതും മാഞ്ഞുപോയി.